മാല പൊട്ടിക്കുന്ന സംഘം വയനാട്ടിൽ സജീവം. സ്ത്രീകളെയും വയോധികരെയും ലക്ഷ്യമിട്ടാണ് സംഘത്തിന്റെ പ്രവർത്തനം. ജാഗ്രത പാലിക്കാൻ വയനാട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഇത്തരത്തിൽ മാല പൊട്ടിച്ച ഒരുപാട് കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണോ? ലക്ഷ്മി, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച CCTV ദൃശ്യങ്ങൾ, നേരത്തെ ലഭിച്ച ചിത്രങ്ങൾ, മറ്റ് ദൃശ്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലുക്കൌട്ട് നോട്ടീസാണ് ഇപ്പോൾ പോലീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിൽ നേരത്തെ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ, പ്രതികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായ മോഷണ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ 12ഓളം പേർ ജില്ലയിൽ ഉള്ളതായി സംശയം പോലീസ് രേഖപ്പെടുത്തുന്നത്. ഓട്ടോറിക്ഷയിലും ഒപ്പം തന്നെ ബസ്സുകളിലും തിരക്കേറിയ മറ്റ് സ്ഥലങ്ങളിലും സ്ത്രീകളെയും വയോധികരെയും ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ വാവ് ബലിതർപ്പണ ദിനത്തിൽ തിരുനെല്ലി ക്ഷേത്ര പരിസരത്തും ഒപ്പം തന്നെ അമ്പലവയൽ, കമ്പളക്കാട് ഉൾപ്പെടെയുള്ള സ്റ്റേഷൻ പരിസരങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കവർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ തിരുനെല്ലി അമ്പലത്തിലെ അന്നദാന മണ്ഡപത്തിൽ വെച്ച് 80 വയസ്സുള്ള വയോധികയുടെ മാല കവർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊളകപ്പാറയിൽ നിന്ന് ആയിരംകുലിയിലേക്ക് ഓട്ടോയിൽ യാത്ര ചെയ്ത 71 വയസ്സുള്ള വൃദ്ധയുടെ 2 പവൻ തൂക്കം വരുന്ന മാലയും കവർന്നിട്ടുണ്ട്. കമ്പളക്കാട് ബസ്സിൽ വെച്ച് യാത്ര ചെയ്തിരുന്ന 70 വയസ്സുള്ള മറ്റൊരു വയോധികയുടെ മാലയും കവർന്നിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങൾ തുടർച്ചയാവുന്ന പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ലുക്കൌട്ട് നോട്ടീസും ഇവരുടെ ചിത്രങ്ങളും പോലീസ് പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മാസ്കൊക്കെ വെച്ച് ബസ്സിൽ കയറുന്ന ആളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ തന്നെ പോലീസിൽ ബന്ധപ്പെടാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. നേരത്തെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി പിടിക്കപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ളവരുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ നിലവിൽ വയനാട് പോലീസ് പുറത്തുവിട്ടിട്ടുള്ളത്. കൃത്യമായ ജാഗ്രത വേണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി പോലീസ് നൽകുന്നുണ്ട്. ലക്ഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. Big TV, without fear or favor.